നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി കനത്ത മഴയല്ല, കനത്ത ചൂട്. വരും ദിവസങ്ങൾ ചുട്ടുപൊള്ളും. സംസ്ഥാനത്ത് പകൽ സമയം താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ പൊതുവെ പകൽ ചൂട് കൂടി വരികയാണെന്നും വരും ദിവസങ്ങളിലും ചൂട് ഇനിയും ഉയരുമെന്നുമാണ് മുന്നറിയിപ്പ്. ജനുവരി 15ഓടെയാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങിയത്. തുലാവർഷം പിന്മാറിയതോടെയാണ് ചൂട് കൂടാൻ തുടങ്ങിയത്. ഇതിനുശേഷം കേരളത്തിൽ കാര്യമായി എങ്ങും തന്നെ മഴ ലഭിച്ചിട്ടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് സമതല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്. 36.2 ഡിഗ്രി സെൽഷ്യസ് ആണ് തലസ്ഥാനത്തെ താപനില. കഴിഞ്ഞ ഒരാഴ്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് പുനലൂരിലാണ് രേഖപ്പെടുത്തിയത്. അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനവും കേരളത്തിന് മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നില്ല. അതേസമയം കന്യാകുമാരി തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം അന്തരീക്ഷ താപനില ഉയർന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് വൈദ്യുതി ഉപഭോഗത്തിൽ 25 ലക്ഷം യൂണിറ്റ് വർധനയുണ്ടായെന്നാണ് KEBയുടെ കണക്ക്. ജനുവരി 15-ന് 81.8 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു സംസ്ഥാനത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗമെങ്കിൽ 21-ന് 84.64 ദശലക്ഷം യൂണിറ്റായി ഇത് വർദ്ധിച്ചു. വരും ദിവസങ്ങളിലും വൈദ്യുതി ഉപഭോഗത്തിൽ ക്രമാതീത വർധനയുണ്ടാകുമെന്നാണ് സൂചന. 2023 ഏപ്രിൽ 19-ലെ വൈദ്യുതി ഉപഭോഗമാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്നത്, 102.99 ദശലക്ഷം യൂണിറ്റ്. അതിനു മുൻപ് ഉയർന്ന ഉപഭോഗം 2022 ഏപ്രിലിലെ 92.88 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഓരോ വർഷവും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉപഭോഗത്തിൽ ശരാശരി 10% വർധന ഉണ്ടാകുന്നു. ഇത് കണക്കിലെടുത്താൽ ഈ വർഷം ഏപ്രിലിൽ നിലവിലെ റെക്കോർഡും തിരുത്തപ്പെടാനാണ് സാധ്യത. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിക്കുമ്പോൾ അതിനനുസരിച്ച് ആഭ്യന്തര വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കാനും കഴിയുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.